ചൂടാണ് ചൂട്. പാവള്ളി പോവും. ലാസ്റ്റിക്ക് നമ്മൾ കേൾക്കാത്ത പാട്ടൊക്കെ പാടേണ്ടി വരും. ചൂടാണ് ചൂട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെച്ച് ട്രൈ ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ മേജോ ജോർജ്. പതിരയാണ് പതിര. നമുക്ക് പതിര ഫ്രൈ ആക്കാൻ നോക്കുന്നത്. സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് അതിനുള്ള പാത്രം കയറ്റാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. അത് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് നല്ലോണം ഇളക്കി വാട്ടിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടിക്കിട്ടാനും ഇതിനാണ് നമ്മൾ ഉപ്പ് നേരത്തെ ഇടുന്നത്. വെളിച്ചെണ്ണ കുറവാണ്. നമുക്കൊരു ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മസാല തീ കിടന്ന് വേകുള്ളൂ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി, മുളക് പൊടി. മസാല നല്ലോണം ഇളക്കി ചട്ടിയിലിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ലോണം മസാലയുടെ കുത്തുചുവയൊക്കെ പോവുള്ളൂ. മസാല ഏകദേശം ഒരു 5 മിനിറ്റ് എങ്കിലും നല്ലോണം മൂപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം. അതിൻ്റെ ആ കുത്തുമണമൊക്കെ അങ്ങനെ പോകണമെങ്കിൽ നല്ലോണം മൂപ്പിക്കണം. നമുക്ക് ചട്ടിയിലേക്ക് പതിര തട്ടാം. പതിര അരിഞ്ഞ് കഴുകി പുഴുങ്ങിയെടുത്ത പതിര ഉണ്ടാകും. നമുക്ക് റെഡിയാക്കി വെച്ചേക്കണ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട് ലേശം മസാല മൂപ്പിച്ച പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കഴുകി അങ്ങോട്ട് ഒഴിക്കുക. മസാല നല്ലോണം കുഴച്ച് വറ്റിച്ചെടുക്കണം. എന്നാലേ അതിന് സുഖം വരുള്ളൂ. വെള്ളം പാടില്ല. ഒരിത്തിരി വെള്ളം ഒഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ അവിടെ പോയി അതുപോലെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കണമല്ലോ അതുമേലെ. അതിനാണ് പൊടിക്ക് വെള്ളം ഒഴിച്ചത്. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നല്ലോണം എല്ലായിടത്തും പിടിക്കണം. എന്നിട്ട് ഇവിടെ ഒന്ന് തീയിലിട്ടിട്ടൊന്ന് വറ്റിക്കാം. ഒരിത്തിരി വേപ്പിലയും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. നമ്മളവിടുത്തെ പതിര റെഡിയാക്കണം ഇങ്ങനെയാണ്. പറ്റാൻ ദിവസം കൂടെ ഫുൾ ഫ്ലെയിമിൽ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ പാത്രത്തിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കില്ല എന്നും പറഞ്ഞ് ശ്രദ്ധിക്കാണ്ടിരിക്കരുത് കേട്ടോ. ശ്രദ്ധിക്കാണ്ടിരുന്നിട്ട് കമൻറ്റ് ബോക്സിൽ കയറ്റിയിട്ട് എന്നെ പൊങ്കാലിടരുത്. നമ്മുടെ പതിര ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. മഴക്കാലമൊക്കെ തന്നെയാണ്. അത് പതിരയൊക്കെ കഴിക്കണതല്ലാണ്. പതിരൊക്കെ ഒരു സുഖം ഉണ്ടാവും പതിര കഴിക്കുമ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോയുമായി മേജോ ജോർജ്. ഒരിത്തിരി പതിരെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പതിര റെഡി ആയിട്ടുണ്ട്. പതിരയിലേക്ക് നമുക്കൊരിത്തിരി വെളിച്ചെണ്ണ ചുറ്റിച്ചു കൊടുക്കാം. മസാല കുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ പോയിക്കോളും.